been separated sees the name of Jesus as purified. He does not see the name of Jesus as other defiled. Christians see the name of Jesus. ഹല്ലേലൂയ. മലിനതയുള്ള ക്രിസ്ത്യാനികൾ യേശുവിന്റെ നാമത്തെ കാണുന്നത് പോലെ എല്ലാ കർത്താവുമായി പരിശുദ്ധാത്മാവിൽ ബന്ധമുള്ള ഒരു വിശ്വാസി ദൈവത്തെ യേശുവിനെ കാണുന്നു. I'll give you a simple example. ഒരു ലളിതമായ ഉദാഹരണം പറയാം. When we get married, നാം വിവാഹിതരാകുമ്പോൾ our wife's name is very particular, even if that name is a very common name. സാധാരണ ഒരു പേരുള്ള ഒരാളാണ് എൻ്റെ ഭാര്യയെങ്കിലും ആ നാമം എനിക്ക് വളരെ പ്രത്യേകതയും വാല്യൂം ഉള്ളതാണ്. The name Reena was a very common name before I got married. ഞാൻ വിവാഹത്തിന് മുമ്പ് റീന എന്ന പേര് വളരെ കോമൺ ആയി. I knew so many people by that name. ആ പേരുള്ള ഒത്തിരി പേര് എനിക്കറിയാം. Once I got married to her, എന്നാൽ ഞാൻ വിവാഹിതയായ that ശേഷം name has a special feeling, as a special being upon my life. ആമേൻ. ആ പേര് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. Church, are you understanding the connection? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? When you are baptized in the Holy Ghost with power, പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ you are being married into Christ. ക്രിസ്തുവിലേക്ക് നിങ്ങൾ വിവാഹിതരാകുകയാണ്. When you are baptized in water, that is the beginning. നിങ്ങൾ ജലസ്നാനമാണ് അതിന്റെ ആരംഭം. Oh, when you are baptized, the Bible says you are baptized into Christ, not into a church or a denomination. You are baptized into a living Christ. ആമേൻ. നമ്മൾ സ്നാനപ്പെടുന്നത് യേശുവിനോട് ചേരുവാനാണ്. ജീവനുള്ള യേശുവിനോട് നമ്മൾ ജലസ്നാനത്തിൽ കൂടെ ചേരുക. From that day, the name of Jesus makes a big difference for you. ആ നിമിഷം മുതൽ യേശുവിന്റെ നാമം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരും. What is the difference? എന്താണ് വ്യത്യാസം? From the day you decide to get married to Christ, ഹല്ലേലൂയ. യേശുവുമായി വിവാഹിതനായ തീരുമാനിച്ച നിമിഷം മുതൽ your old boss begins to get angry. നിന്റെ പഴയ യജമാനൻ ഇപ്പോൾ കോപം തോന്നും. He doesn't like it. അത് അവന് ഇഷ്ടമല്ല. He said, no, you belong to me. അവൻ പറയും നീ എൻ്റെ വകയാ. But you say, no, I belong to my Jesus. എന്നാൽ നമ്മൾ പറയുക അല്ലടാ ഞാൻ യേശുവിന്റേതാ. In the initial days of Christianity, that is why there is a struggle. അതുകൊണ്ടാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ വലിയ മൽപ്പിടുത്തം. The old boss comes in a while, once in a while. പഴയ യജമാനൻ ഇടയ്ക്കിടയ്ക്ക് വരും. He said, why should you go to church every Sunday? നീ എന്തുകൊണ്ടാ എല്ലാ ഞായറാഴ്ച Once in a while. ഇടയ്ക്ക് പോയാൽ മതി. Once in a blue moon. I tell you, that is a lie of the devil. അത് പിശാചിന്റെ ഭോഷ്കാണ്. The children of God are always expected at the feet of the master. ദൈവത്തിന്റെ മക്കൾ എപ്പോഴും യജമാനന്റെ പാദപീഠത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നത്. Because they have seen his name as something special. കാരണം നാമത്തിലുള്ള പ്രത്യേകത അവർ അനുഭവിച്ചു. Today Jewish people call the name of Jesus, they say they don't acknowledge his name, they know him. ഹല്ലേലൂയ. യഹൂദന്മാർ യേശുവിനെ അംഗീകരിക്കുന്നില്ല, അവർ ആ പേര് അറിയാം. The people of Islam acknowledge Jesus as a prophet. ഹല്ലേലൂയ. മുസ്ലിങ്ങൾ യേശുവിനെ ഒരു പ്രവാചകൻ എന്ന് അംഗീകരിക്കുന്നു. Traditional Christians call him as Jesus, the Son of God. ഹല്ലേലൂയ. പാരമ്പര്യ ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രനായിട്ട് പറയുന്നു. I ask you, who is he to you? എന്നാൽ നിങ്ങൾക്കും എനിക്കും യേശു ആരാ? He is our savior. അവൻ നമ്മുടെ രക്ഷകനാണ്. He is our Lord. അവൻ നമ്മുടെ കർത്താവാണ്. He is the King of Kings and the Lord of Lords. അവൻ രാജാധിരാജാവും He is കർത്താവും. our everything. അവൻ നമ്മുടെ The സർവ്വസ്വമാണ്. church where we go to is known by his name. നാം പോകുന്ന സഭ അവന്റെ നാമത്തിൽ അവന്റെ സഭയാ. And he is our purifier. അവനെ നമ്മളെ He ശുദ്ധീകരിക്കുന്നത്. is the one who is setting us for heaven. അവനെ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ For ഒരുക്കുന്നത്. us, Jesus is everything. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവാണ് നമുക്ക് സർവ്വസ്വം. Hallelujah. Hallelujah. Amen. Hallelujah. I'll tell you a small secret. ഞാനൊരു രഹസ്യം പറയാം. You know, traditional Christians, പാരമ്പര്യ ക്രിസ്ത്യാനികൾ have you observed them when they talk about God? അവർ ദൈവത്തെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? They just say God. ദൈവം എന്നേ പറയൂ. For example, in Malayalam, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം ചെയ്യുമായിരിക്കും. They say all these things. But have you seen those who are born again? Amen. They will say, let us pray to God, let God do it. എന്നാൽ വീണ്ടും ജനിച്ചൊരു വിശ്വാസി അങ്ങനെ പറയുമോ? He say it's about Jesus. അവർ പറയും യേശുവാ. Actually, the name of Jesus comes only through the mouth of really born again Christians. Amen. ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ച ദൈവത്തിന്റെ മകനിൽ കൂടെ മാത്രമേ യേശു എന്ന പേര് വരത്തുള്ളൂ. യേശുവിൽ എൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ പതിനായിരങ്ങൾ ഏറ്റം സുന്ദരനേ ശാരോനിൻ പനീനി പുഷ്പം അവനിൽ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങൾ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങൾ ഏറ്റം സുന്ദരനേ തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം കണ്ണുന്നോ എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവേ ശാരോനിൻ
പനിനീർ പുഷ്പ അവനെ ഞാൻ അവൻ എന്നെ കണ്ടെത്തിയതാ. 10,000 ഏറ്റവും സുന്ദരരേ, 10,000 ഏറ്റവും സുന്ദര മഹിമയിൽ ഞാൻ കിരീടം ചൂടും, അവൻ മുഖം ഞാൻ ദർശിക്കും. അന്നു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ, ശാരോനിൻ പനിനീർ പുഷ്പ അവനെ കണ്ടെത്തിയേ. 10,000 10,000 ഏറ്റവും സുന്ദര. Thank you, Jesus. I just want you to think of the times when Jesus has released you from death. മരണകരമായ അനുഭവത്തിൽ നിന്ന് യേശു നിങ്ങളെ വിടുവിച്ചെന്ന് ഓർക്കണം. Is there anybody here? അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? Just think. ചിന്തിച്ചു നോക്കുക. Just between death and you. മരണത്തിനും നിങ്ങൾക്കും ഇടയിൽ Everybody said no more. ആളുകൾ പറഞ്ഞു ഇനിയില്ല. വെന്റിലേറ്ററിൽ കിടന്നു ഓർക്കുന്നു. ഹല്ലേലൂയ. Only one person saved you. ഒരു വ്യക്തിയാണ് രക്ഷിച്ചത്. നമ്മുടെ മോൻ. ആമേൻ. Only one person saved him. ഒരു വ്യക്തി മാത്രമേ നമ്മളെ രക്ഷിച്ചു. Anybody remembers things like that? അങ്ങനെയുള്ള ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? Between hell and death, one person was there. നരകത്തിനും മരണത്തിനും ഇടയ്ക്ക് ഒരു വ്യക്തി നമുക്ക് വേണ്ടി നിന്നു. Hallelujah. I saw a vision. ഒരു ദർശനം കാണാനിടയായി. In 2005 I saw a similar vision like this. 2005 ഇതുപോലൊരു ദർശനം കണ്ടിരുന്നു. I saw how the Lord had saved me from an accident in Trivandrum. തിരുവനന്തപുരത്ത് അപകടത്തിൽ നിന്ന് കർത്താവ് എന്നെ എങ്ങനെ രക്ഷിച്ചെന്നെ In a കാണിച്ചു. fraction of a second. ഒരു നിമിഷത്തിനുള്ളിൽ My pride. എന്റെ നിഗളം. I took my bike in a particular way. I wanted to get into a side hotel. I was behind a car. I could not see the oncoming traffic. I just decided to cut across. As soon as I cut across, a car was coming straight ahead of me. In a fraction of a second, I got on the other side. It was an ordinary thing, nothing big about it. A couple of Sundays later, when I was worshiping in the church, the Lord showed me a vision. In that vision, I was sitting in a chair, crippled. Suddenly the Lord told me that was the devil's plan for you. To put you in a wheelchair. I could not stop crying. And the Lord said, this is the accident which the devil had planned. But again I saved you. So many experiences. That is why I keep on saying, only my Jesus saves me every time. ലോകത്തിൽ പ്രിയമായ പലതുണ്ടെങ്കിലും ഈ കാന്തന്റെ അത്രയും പ്രേമിക്കാൻ കൊള്ളാവുന്ന ഒരുവനുമില്ല. Sometimes we don't know how he protects us. പലപ്പോഴും നമ്മൾ തന്നെ അറിയുന്നില്ല നമ്മളെ എങ്ങനെ ദൈവം രക്ഷിക്കുന്നു. He is a good protector. അവൻ നമ്മളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. Hallelujah. He is our God. അവനാണ് നമ്മുടെ ദൈവം. He is not just ദൈവം. Amen. He is our God. അവനാണ് നമ്മുടെ ദൈവം. He is the Son of a living God. അവനാണ് ജീവനുള്ള ദൈവത്തിന്റെ മകൻ. This Sunday we want to declare that we serve a resurrected Jesus, a resurrected Messiah. Amen. ഈ ഞായറാഴ്ച നമ്മൾ വിശ്വാസത്തോടെ വീണ്ടും ഉറച്ചു പ്രഖ്യാപിക്കുക, തിരിച്ചറിവോടെ പറയുകയാണ്, നമ്മുടെ ദൈവം ഉയർത്തെഴുന്നേറ്റവനാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. Not just today, he was risen 2000 years approximately ago. ഇന്നല്ല 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ അജയ്യനായി ഉയർത്തെഴുന്നേറ്റു. Hallelujah. 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 I'm going to say something. Whoever is listening to me, shame on you Pentecostals. Even you have forgotten your original call. Your forefathers were released from all these observances years ago.
വർഷങ്ങൾക്ക് മുമ്പ് ഈ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വിടുതൽ പ്രാപിച്ചവരാ. Now after 1 or 2 generations you are going back the same way. Shame on you. ഒന്നോ രണ്ടോ തലമുറയ്ക്ക് ശേഷം നിങ്ങൾ മടങ്ങി പോവുകയാണോ? But we the redeemed of the Lord, എന്നാൽ കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ we stand in the truth of Almighty God. സർവശക്തന്റെ സത്യത്തിൽ നിൽക്കും. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Hallelujah. So you see, a genuine anointing always make sure that you respect Jesus in a particular way. ആമേൻ. യഥാർത്ഥ അഭിഷേകം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ കർത്താവായ യേശുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യും. The mark of genuine anointing number 2. യഥാർത്ഥ അഭിഷേകത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, Hallelujah. Therefore do the virgins love you. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. You know, just look around. അങ്ങോട്ട് നോക്കിയേ. Do your brothers and sisters really love you? നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? What is the testimony of your brothers and sisters about you? നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ സഹോദരന്റെ സാക്ഷ്യം എന്താ? ദേവരുന്നു ദുരിതം കർത്താവേ രക്ഷിക്കണേ. Is that the testimony people have about you? People see you, they are crying and complaining against you. കർത്താവേ ഇന്ന് ആ സഹോദരൻ സഭയെ വരരുത്, എനിക്കൊന്ന് ആരാധിക്കണം. Don't let that brother come so that I can worship you. Is that our testimony about you? അതാണോ നിങ്ങളെ പറ്റിയുള്ള എന്റെ സാക്ഷ്യം? Or what is the testimony about you? നിങ്ങളെ പറ്റിയുള്ള എന്റെ സാക്ഷ്യം Oh, I'm എന്താണ്? waiting for my brother to come. We can worship together. We can dance together. ആമേൻ. എന്റെ സഹോദരനെ കാത്തിരിക്കുക, ഞങ്ങൾ ഒന്നിച്ച് നൃത്തം ചെയ്യാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Turn to your neighbor and say, ആമേൻ. turn to your neighbor and say, എന്നെ നോക്കി I അടുത്ത്. want you to be, you are like that. ആമേൻ. I want you are like that. You are like that. നിങ്ങൾ അങ്ങനെയാണ്. That is why I love to come to this church. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. Hallelujah. Amen. Because you are like that. നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട്. I'm not a thorn. ഞാനൊരു മുള്ളല്ല. I am a blessing. ഞാനൊരു അനുഗ്രഹമാണ്. Because the anointing of my God is upon me. എന്റെ ദൈവത്തിന്റെ അഭിഷേകം എന്നിൽ ഉള്ളതുകൊണ്ട്. Hallelujah. ആമേൻ. Now when I said that, എന്ന് പറഞ്ഞപ്പോൾ some of you feel maybe pastor is hitting me. I don't hit or hinder anybody. I'm speaking the truth. I also pray, Lord, make me a good man like that. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്നുണ്ടാവും, പാസ്റ്റർ എന്നെ ഒളിച്ചിരുന്ന് അമ്പയ്യുകയാണോ? ഞാനും അങ്ങനെ പ്രാർത്ഥിക്കട്ടെ, എന്നെ അങ്ങനെ ആക്കണമേ. Hallelujah. Praise the Lord. Oh, there is one secret in which you can know if you are really loved by the brothers and sisters. സഹോദരി സഹോദരന്മാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് സ്നേഹബന്ധത്തിലാണോ എന്ന് ഒരു കാര്യത്തിൽ There തിരിച്ചറിയാം. are honest testimonies in our own home. നമ്മുടെ തന്നെ വീട്ടിൽ സാക്ഷ്യമുണ്ടാവും. Hallelujah. പിള്ളേരോട് ചോദിച്ചാൽ മതി. Ask the children, you'll know the truth. അതിപ്രസിദ്ധനായ ദേവദാസൻ വീട്ടിൽ എങ്ങനെയാ മോളെ? Hallelujah. This famous man of God, how he behaved in home. പിള്ളേര് പറയും ഞങ്ങൾ ഉപവാസത്തിലാണ് അമ്മച്ചി. Praise the Lord. Children will say, we are in fasting, mother. Hallelujah. Hallelujah. But the genuine anointing makes you so lovable to people. Amen. യഥാർത്ഥ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ ആളുകൾ നിങ്ങളെ സ്നേഹിക്കുവാനിടയാകും. See, the virgins love you. നിങ്ങൾക്കറിയാമോ കന്യകമാർ സ്നേഹിക്കുന്നു? Who are the virgins? ആരാണ് ഈ കന്യകമാർ? We are the virgins prepared for our Lord. നമ്മളാണ് നമ്മുടെ കാന്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന And if the കന്യകമാർ. anointing is genuine, the people of God will really love us. ആമേൻ. നമ്മുടെ മേലുള്ള അഭിഷേകം സത്യമാണെങ്കിൽ ജനം നമ്മളെ വളരെ സ്നേഹിക്കും. Hallelujah. Praise the Lord. That's what the Bible says. അങ്ങനെയാണ് പറയുന്നത്. How many of you want that anointing? ഇത്രപേർക്ക് അഭിഷേകം ആവശ്യമാണ്. I want that anointing. എനിക്കത് വേണം. Not to become popular, പ്രസിദ്ധനാകാനല്ല, not to become charming. അല്ലെങ്കിൽ ചാമിങ് ആകാനല്ല. But one thing I've seen, ഒരു കാര്യമുണ്ട്, whoever has the anointing of the Lord, ആർക്ക് അഭിഷേകമുണ്ടോ we have a liking. ആ വ്യക്തിയോട് നമുക്ക് പ്രത്യേക സ്നേഹം തോന്നും. It is not a worldly attraction. ലോകപ്രകാരമുള്ള ആകർഷണമല്ല, It's a different kind of an attraction. അതൊരു പ്രത്യേക Have you ആകർഷണമാണ്. experienced that? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ അഭിഷേകമുള്ളവർ നമുക്കൊരു പ്രത്യേക സ്നേഹം. Amen, amen. We will have a special love to such persons who That has is an why in anointing. this church we see anybody with the anointing of the Lord, we somehow want to honor them. Amen. അതുകൊണ്ടാണ് ഈ സമയത്ത് ഈ അഭിഷേകം ഏതെങ്കിലും രീതിയിൽ ആദരിക്കാനാണ് നമുക്ക് ഇഷ്ടം. Sometimes we put up with some things because of the anointing. ഹല്ലേലൂയ. അഭിഷേകനിമിത്തമായി പലതും നമ്മൾ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും. Hallelujah. Hallelujah. Praise the Lord. And I have a word for some of you. നിങ്ങളിൽ ചിലർക്ക് ഒരു വാക്കുണ്ട്. There is a special characteristic of anointed people. ആമേൻ. അഭിഷേകന്മാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. There is a growing stage. ഒരു വളർച്ചയുടെ Do കാലഘട്ടമുണ്ട്. you know the story of the ugly duckling? അഗ്ലി ഡക്ലിയുടെ കഥ അറിയാം? അഗ്ലി ഡക്ലിംഗ്. You know the story of the ugly duckling? അഗ്ലി ഡക്ലിങ്ങിന്റെ കഥ അറിയാമോ? You know? Say it. Someone say it. A baby duckling. Okay. Like it's different from everybody else. Yes. A baby duckling which is different from all the other ducks. Okay. That's all I know. That's all you know. Okay, good. Oh, you know the rest. I think their brothers and sisters were teasing him. Yeah, the brothers and sisters were teasing. He's right. Yes. So then he went somewhere else. That's all I know.
That's all I know. That's also part of the story. Praise the Lord. Now I'll complete the rest of the story. ബാക്കി പറയാം. This baby duckling thought it was a baby duckling. It was not really a baby duckling. ഹല്ലേലൂയ സ്തോത്രം. ഈ താറാവ് കുഞ്ഞ് ഈ താറാവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. താറാവ് കുഞ്ഞ് അല്ല എന്നുള്ള കാര്യം ഇതിനറിയത്തില്ല. After some time it began to speak differently. It began to move differently. ഇച്ചിരി വളർന്നപ്പോൾ അതിന്റെ സ്വഭാവങ്ങളും അതിന്റെ നടപ്പൊക്കെ വ്യത്യാസമാണ്. മറ്റ് താറാവിന്റെ കുഞ്ഞുങ്ങളെല്ലാം ഇതിനെ മുറിപ്പെടുത്താൻ തുടങ്ങി. നിന്റെ തൂവൽ എന്റെ തൂവൽ പോലല്ല. ഞങ്ങളെ നോക്ക്, ഞങ്ങളെല്ലാം ഒരു തൂവലുള്ളവരാ. നിന്റെ വ്യത്യാസമാണ്. ഈ ഡക്ലിങ്ങിനെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത് വളരെ വിഷമിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഞാൻ പോയേക്കാം. അത് പോയി. 2-3 വർഷത്തിന് ശേഷം ഹല്ലേലൂയ ഈ താറാവ് കുഞ്ഞെന്ന് തോന്നുന്ന വ്യക്തി വെള്ളത്തിൽ നോക്കി. ഓടാനുള്ള എക്സ്ക്യൂസ് അല്ല, വെള്ളത്തിൽ തന്റെ മുഖം കണ്ടു. അത് വെള്ളത്തിൽ നോക്കിയപ്പോൾ തന്റെ പ്രതിച്ഛായ താറാവിനെ പോലെ അല്ല. ഒരു അരയന്നമായിട്ട് തന്നെ കണ്ടു. This duckling was actually a baby swan that its egg had got into the eggs of the rest of the ducks. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അരയന്നത്തിന്റെ മുട്ട താറാവിന്റെ മുട്ടയുടെ കൂടെ ഇരുന്ന് വിരിഞ്ഞതാണ് ഇത്. Sometimes the anointing is right. ചിലപ്പോൾ അഭിഷേകം ശരിയാണെങ്കിലും കൊച്ചു സൂത്രം പറയാം. ഹല്ലേലൂയ. ഒരു രഹസ്യം. ആമേൻ ആമേൻ ഹല്ലേലൂയ. Your anointing may not be the same anointing as those who are sitting here. Amen. ഇവിടെ ഇരിക്കുന്നവന്റെ your anointing may not be the same anointing of those who sitting here. അവർക്ക് ഇവിടെയൊക്കെ ഇരുന്നേച്ചും വെള്ളത്തിനകത്തൊക്കെ ഇരുന്ന് കറങ്ങി ചുറ്റി രണ്ട് സ്തോത്രമൊക്കെ പറഞ്ഞ് മോളിൽ പോയാൽ മതി. നിന്നെ കണ്ടത് അതിനല്ല. Amen. Amen. God is not just looking for to say some glory and hallelujah and reach heaven. You have been found to fly high. Amen. ദൈവത്തിന്റെ ഉയരെ പറക്കാൻ കണ്ടിരിക്കുക. Your beauty is not the beauty of an ordinary duck. സാധാരണ ഒരു താറാവിന്റെ സൗന്ദര്യമല്ല നിന്റെ സൗന്ദര്യം. Your beauty is that of a swan. നിന്റെ സൗന്ദര്യം അരയന്നത്തിന്റെ സൗന്ദര്യമാണ്. The same story is told about the hen and an eagle. ഹല്ലേലൂയ. കോഴിയെയും കഴുകനെയും തമ്മിൽ ഇതേ കഥ പറഞ്ഞിട്ടുണ്ട്. Small eaglet was found among hens. ഹല്ലേലൂയ. ഒരു കഴുകന്റെ കുഞ്ഞിനെ കോഴിക്കുഞ്ഞിന്റെ കൂട്ടത്തിൽ കണ്ടെത്തി. This eagle had a desire to fly. ഹല്ലേലൂയ. കഴുകൻ കുഞ്ഞിന് പറക്കാൻ ഒരു ആഗ്രഹം. It went and told the hen, the chicken. അത് ഹല്ലേലൂയ തള്ളക്കോഴിയോട് പറഞ്ഞു, Come, let's fly. നമുക്ക് പറക്കാം. The hen began to laugh. ഹല്ലേലൂയ. തള്ളക്കോഴി ചിരിക്കാൻ തുടങ്ങി. Fly? നമ്മൾ പറക്കുകയോ? You are a chicken. നീ ഒരു കോഴിയാ. You are just an hen. നീ ഒരു കോഴിക്കുഞ്ഞല്ലേ? Your father never flew high. നിന്റെ അപ്പം പോലും ഇതിനെ Your പറഞ്ഞിട്ടില്ല. grandfather did not fly so high. വലിയപ്പച്ചൻ ഇതിനെ പറഞ്ഞിട്ടില്ല. How can you even think of flying? പറക്കുന്നതിനെ പറ്റി നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? Eagle did not give up. എന്നാൽ കഴുകൻ കുഞ്ഞ് വിട്ടുകൊടുത്തില്ല. I want to fly. എനിക്ക് പറക്കണം, I have to fly. എനിക്ക് പറന്നേ പറ്റൂ. One day he went up the hill. ഒരു തവണ അവൻ കുന്നിന്റെ വേലി പോയി. When he went up the hill, കുന്നിന്റെ വേലി പോയപ്പോൾ he saw an eagle flying so majestically. ഒരു കഴുകൻ മനോഹരമായി പറക്കുന്നു കണ്ടു. It had a choice. അവനൊരു It saw somebody flying high. മറ്റൊരാൾ ഉയരെ പറക്കുന്നത് കണ്ടു. I have a desire to be like that. എനിക്കും അതുപോലെ പറക്കാൻ He ആഗ്രഹമുണ്ട്. looked down. താഴേക്ക് നോക്കി. All the chick were busy looking down after the worm. ഹല്ലേലൂയ. കോഴിക്കുഞ്ഞെല്ലാം ഇങ്ങനെ ചിക്കിച്ചകഞ്ഞുകൊണ്ടിരിക്കുക. He had a desire. എന്നാൽ ഇവനൊരു ആഗ്രഹമുണ്ട്. ഒന്നുകിൽ കമ്മിറ്റി കൂടി ഇവിടെ കൂടിയിരുന്നു അല്ലെങ്കിൽ പറന്നു. One decide he had to make. Amen, amen. Either you have to make a committee and sit down here, or you can fly high. Praise the Lord. Amen, amen. This eagle decided. ഈ കഴുകൻ തീരുമാനിച്ചു. I am called to fly high. പറക്കാൻ എന്നെ ദൈവം വിളിച്ചത്. കമ്മിറ്റി കൂടി കുത്തിയിരിക്കാനല്ല, പറക്കാനാ ദൈവം Not to വിളിച്ചേക്കുന്നത്. sit down here like a chicken, but you fly high. ദൈവവൈതലെ കമ്മിറ്റി കൂടി കുത്തിയിരിക്കുന്ന ഒരുപാടുണ്ട്, അവന്റെ കൂടെ ചേരരുത്. Don't be mixed up with anyone who is sitting like a going in സഭയിൽ committee. രാഷ്ട്രീയം കളിച്ച് സഭയിൽ ആളകം കളിക്കുന്ന സർപ്പസഞ്ചിലൂടെ ചേരരുത്. Don't be mixed with the people who are playing politics in the church. Fly high because the power of God is inside you. നിന്റെ ഉള്ളിൽ ദൈവശക്തി ഉള്ളതുകൊണ്ട് നിനക്ക് ഉയരെ പറക്കാൻ പറ്റും. ഉയരെ പറക്കുക. നിന്റെ ചിറകൊന്ന് വിരിഞ്ഞോട്ടെ. Oh, let your wings be opened up. Those who understand the power of God is in Amen, amen. ദൈവശക്തി വരിക. you. You are here so that your wings can develop. നിങ്ങളുടെ ചിറകിനെ ഒന്ന് ബലപ്പെടുത്താൻ നിങ്ങളിവിടെ കൊണ്ടുവന്നേ. Once your wings have developed, നിന്റെ ചിറകൊന്ന് ബലപ്പെട്ടാൽ you are going to fly നിങ്ങൾ high. പറക്കാൻ പോവാ. My Jesus is a high flyer. നമ്മുടെ ദൈവം ഉയരെ പറപ്പിക്കുന്നവനാ. My Jesus could not be put down in the grave. ഓ യേശുവിനെ കല്ലറയിൽ ഒതുക്കാൻ പറ്റുന്നില്ല. They tried to put him under the satanic committee. ഓ പിശാചിന്റെ കമ്മിറ്റിയിൽ നമ്മളെ ഒതുക്കാൻ പറ്റുന്നില്ല. Jesus said, "Boda, my Father is raising me up." ഓ യേശു പറഞ്ഞു, ഹല്ലേലൂയ, you go, my father is going to raise me The up. devil tried to accuse Jesus. യേശുവിനെ
ആരൊക്കെ അപവാദപ്പെടുത്തി ആക്ഷേപിച്ചാലും Jesus said, Mr. Devil, I have come to destroy your works. യേശു പറഞ്ഞു, പിശാചേ, നിന്റെ പ്രവൃത്തിയെ തകർക്കാനാണ് ഞാൻ വന്നേ. We, the church of God, will also do the things Jesus did. യേശു ചെയ്ത അതേ പ്രവൃത്തി യേശുവിന്റെ സഭയാ നമ്മളും ചെയ്യും. Because we are the eagles in Jesus' name. കാരണം നമ്മൾ യേശുവിന്റെ നാമത്തിൽ കഴുകന്മാരാണ്. I want to say something. ഞാൻ പറയട്ടെ, The devil has been taunting me through my sons, the sons of this church, but today is the last day. ആമേൻ. ഈ സഭയിലെ ആളുകളിൽ കൂടെ പിശാച് പലപ്പോഴും എന്നെ പ്രലോഭിപ്പിച്ചു, എന്നാൽ ഇനി നടക്കത്തില്ല. നമ്മുടെ ആമക്കളെ കൂടെ എന്നെ വെല്ലുവിളിക്കുക. നടക്കുകയില്ല. It will not work. Because we are called to fly high in Jesus' name. കാരണം യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഉയരെ പറക്കാൻ ദൈവം നമ്മളെ My വിളിച്ചു. God shall bring the sons of this house into this tabernacle. ഈ സഭയുടെ പുത്രന്മാരെ ഈ സഭയിൽ എന്റെ ദൈവം കൊണ്ടുവരും. My God shall raise them up to be better than we are. ഹല്ലേലൂയ. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരെ ദൈവം അവരെ പണിഞ്ഞെടുക്കും. Because we serve a living, victorious God. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം ജയാളിയായ വലിയ ദൈവമാണ്. Hallelujah. ആമേൻ. We are called to be swans and eagles. ഹല്ലേലൂയ. അരയന്നങ്ങൾ കഴുകന്മാരുമാകുവാനാ ദൈവം നമ്മളെ വിളിച്ചേ. Not ordinary hen, സാധാരണ കോഴിക്കുഞ്ഞാകാനല്ല, ordinary ducks. സാധാരണ താറാവാകാനല്ല. Faithful is he who has promised, he will also do it. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. Hallelujah. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായി, വാക്കു പറഞ്ഞവൻ മാറിടുമോ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായി, വാക്കു പറഞ്ഞവൻ മാറിടുമോ? വാനവും ഭൂമിയും മാറിടുമോ തന്റെ വചനം? പാട്ട് മാറിയാലും അർത്ഥം ശരിയാ. ഹല്ലേലൂയ. പാട്ട് മാറിപ്പോയി, പക്ഷേ അർത്ഥത്തിന് വ്യത്യാസമില്ല. ആമേൻ. ഹല്ലേലൂയ. Jesus has promised he will do it. യേശു വാഗ്ദത്തം യേശു നിവർത്തിക്കും. Hallelujah. Amen. The next level. അടുത്ത തലം, You saw the mark of the genuine anointing. യഥാർത്ഥ അഭിഷേകത്തിന്റെ If you have the anointing of Jesus inside you, യേശുവിന്റെ അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ nobody can bury you. ആർക്കും നിങ്ങളെ കല്ലറയിൽ കുഴിച്ചിടാൻ പറ്റില്ല. Nobody can push you down. ആർക്കും നിങ്ങളെ താഴ്ത്താൻ പറ്റത്തില്ല. എവിടെങ്കിലും ഒക്കെ വെച്ച് എഴുന്നേറ്റ് അങ്ങ് വരും. ആമേൻ. At some point of time you will come out of it. Hallelujah. എവിടെയെങ്കിലും ഒക്കെ പൊക്കും കേട്ടോ. ഹലോ, Amen. God will lift you up. അങ്ങോട്ട് ദൂത. Amen. It's the word. മോനെ, ഞാൻ ഇങ്ങനെ ദൂത് പറയുന്നേ. Amen. Praise the Lord. ദൈവാത്മാവ് സംസാരിക്കുന്ന ഇങ്ങനെ വിറച്ചൊന്നും പറയാൻ എനിക്ക് അറിയാമല്ല. Hallelujah. എന്നോട് കർത്താവ് നേരിട്ട് പറയാം, നിന്നെ എവിടെങ്കിലും ദൈവം പൊക്കിയിരിക്കും. Amen. God will അത് definitely. ദൈവത്തിന്റെ പദ്ധതിയാണ് കുഞ്ഞെ. Oh. In the name of Jesus. God will lift you up somehow, somewhere. It's the plan of God. ഉള്ളിൽ നിൽക്കുന്ന ആരാന്നറിയോ? You know who is You know who lives inside us? നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നവരാ. നമ്മുടെ ഉള്ളിൽ ആരുണ്ടെന്ന് പറയാൻ മനുഷ്യന്റെ അംഗീകാരമൊന്നും വേണ്ടെന്നേ. Oh, we don't need human ഉള്ളിൽ recognition. ആരുണ്ടെന്ന് ദൈവത്തിന് അറിയാം. Oh my God, know who is in us. Because it is God who put his son inside you. കാരണം ദൈവമാണ് തന്റെ പുത്രനെ നമ്മുടെ ഉള്ളിലാക്കിയത്. ചിലരോടൊക്കെ പിശാച് പറയുന്നതെന്നറിയോ? Oh, some people the devil tell like, ബന്ധുക്കോസ്കാരോടെ എന്തോ ചാടാൻ പോയി കിട്ടിയടാന്ന് പറഞ്ഞു. oh, what did you get by mingling with this Pentecostal? പറയണം, ബന്ധുക്കോസ്കാരോട് തുള്ളിയോണ്ട് യേശുവിനെ കിട്ടിയെന്ന് പറഞ്ഞു. Oh, I got Jesus because I went with these people. He's the one who created the heavens and the earth. അവനാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. Hallelujah. Amen. ചില പിള്ളേരൊക്കെ അപ്പച്ചനോടും അമ്മച്ചോടും ചോദിക്കും, Some children talk to their parents like this. യേശുവിന്റെ പുറകെ പോയിട്ട് എന്നാ കിട്ടി? What did you get by following Jesus? അത് തിരിച്ച് പറയുന്ന ഒരു സമയമുണ്ടെന്ന് എന്നോട് കർത്താവ് ഇപ്പൊ പറയുന്നത് ഏറ്റെടുത്തോ. Amen. There's a time coming. They are going to talk exactly opposite to that. നിന്നെ വെല്ലുവിളിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കുന്നവനാ. God is going to honor you before the people who challenge you. Even your own family members will understand that you serve a living God. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും അംഗീകരിച്ച് സത്യം പറയും, നിങ്ങളുടെ ദൈവം സത്യദൈവമാണ്. Hallelujah. Amen. That's a mark of a genuine anointing. അതാണ് യഥാർത്ഥ അഭിഷേകത്തിന്റെ പ്രത്യേകത. Cannot bury a man who is anointed. അഭിഷേകത്തിലെ കല്ലറ ഒതുക്കാൻ പറ്റത്തില്ല. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Because those who try to put you down are operating in their mind. കാരണം നിങ്ങളെ താഴ്ത്തിക്കിട്ടാൻ ശ്രമിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് പ്രവർത്തിക്കുക. But you are operating in the spirit. നിങ്ങൾ ആത്മാവിലാ The പ്രവർത്തിക്കുന്നത്. spirit is greater than the mind. മനസ്സിനേക്കാൾ വലുത് ആത്മാവ്. Hallelujah. 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 Praise the Lord. Look at this. Hallelujah. ശ്രദ്ധിക്കുക. Verse 4. നാലാം വാക്യം. Even after the anointing, അഭിഷേകത്തിന് ശേഷവും look at the cry of the bride. ഈ കാന്തയുടെ കരച്ചിൽ The bride. Hallelujah. Draw me, we will run after thee. The king has brought me into his chambers. We will be glad and rejoice in thee. We will remember your love is greater than wine. I want you to focus on wine. ആമേൻ. ഈ വീഞ്ഞിനെ ശ്രദ്ധിക്കണം. This wine is different from the first wine. ആദ്യം പറഞ്ഞ വീഞ്ഞിന് വ്യത്യാസമായത്. The first wine which is mentioned here is the wine of the world. It's intoxicating wine.
ആദ്യം പറഞ്ഞ വൈന് ലോകത്തിന്റെ വീഞ്ഞാണ്, അത് മത്താക്കുന്ന വൈനാണ്. But the second wine, എന്നാൽ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ this is വീഞ്ഞ് a wine which God gives you. That's a second level of anointing. ദൈവം തരുന്ന അഭിഷേകത്തിന്റെ രണ്ടാമത്തെ തലമാണിത്. The first level of anointing is oil. ഒന്നാമത്തെ അഭിഷേകത്തിന്റെ തലം എണ്ണയാണ്. Speaking in tongues, അന്യഭാഷ പറയും, feeling close to God. ദൈവത്തോട് അടുത്ത് തോന്നും. But the second anointing, എന്നാൽ രണ്ടാമത്തെ അഭിഷേകം, the second wine anointing. ഹല്ലേലൂയ, വീഞ്ഞിന്റെ അഭിഷേകം. Just get ready for that. അതിനായിട്ട് ഒരുങ്ങ സഭയെ. അവിടാണ് അത്ഭുതം അടയാളം നടക്കുന്നത്. That is a place there will be miracles and signs happen. Amen. That's some news for you. ഹല്ലേലൂയ, നിങ്ങൾക്ക് ഒരു വാർത്ത പറയാനോ? Some servants of God, wherever they go, miracles follow. ചില ദേവദാസന്മാർ എവിടെ പോയാലും അത്ഭുതങ്ങൾ അടയാളം നടക്കും. Yes. ആമേൻ. The sick are healed. ഹല്ലേലൂയ, രോഗികൾ സൗഖ്യമാകും. People see visions. ആളുകൾ ദർശനം കാണും. I know a man of God. എനിക്കൊരു ദേവദാസനെ അറിയാം. Wherever God takes him, അത് എവിടെ പോയാലും people see dreams, visions. ആളുകൾ ദർശനം കാണും. Healing is automatic. സാധാരണയായി സൗഖ്യം നടക്കും. That's a wine anointing. അതാണ് വീഞ്ഞഭിഷേകം. How many of you want that? എത്ര പേർക്ക് വീഞ്ഞഭിഷേകം വേണം? If you want the wine anointing, നിങ്ങൾക്ക് വീഞ്ഞഭിഷേകം വേണമെങ്കിൽ you need to have an understanding with God. ദൈവവുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം. There should be a separation. ഒരു വേർപാട് വേണം. Hallelujah. Amen. The separation that Jesus had in this world. ഈ ലോകത്തിൽ യേശുവിന് ഉണ്ടായിരുന്ന വേർപാട്. നമ്മുടെ സഭയില് ഒന്നും വലിച്ചു പറിക്കാനൊന്നും ഞാൻ പറയത്തില്ല, ചെയ്യുകയും വേണ്ട. Amen. This is not going to take out it. നമ്മൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. വലിച്ചു പറിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. Nothing will happen because you. ഞാൻ ഈ വലിച്ചു പറിക്കുന്നവരെ ഒത്തിരി കണ്ടതാ. I have seen such people a lot. അതൊന്നും അല്ല വിശുദ്ധി. That is not the holiness. But there is a separation in this world. But there in the ലോകത്തിൽ ഒരു വേർപാട് നമുക്ക് Are you ആവശ്യമാണ്. with me? That is the vision of this church. അതാണ് ഈ സഭയുടെ ദർശനം. വല്ലതൊക്കെ വലിച്ചു പറിച്ചാലൊന്നും വിശുദ്ധി ആകത്തില്ല. ഞാൻ അത് വിളിച്ചു പറയാം. ഞാൻ ഒത്തിരി വലിച്ചു പറിച്ചവരെ കണ്ടിട്ടുള്ളതാ. അതൊന്നും വിശുദ്ധിയല്ല. You cannot fool me. But I know there is a separation for a child of God. Amen. If you take out away something, that is not the real holiness. എന്നാൽ ദൈവ പൈതലിന് ഒരു യഥാർത്ഥ വേർപാട് വേണം. Church, you are called to be separate. സഭയെ നിങ്ങളെ വേർതിരിക്കാനാണ് ദൈവം That is വിളിച്ചത്. why this morning we refuse to acknowledge the celebration of Easter which is outside the world. There is a separation in the spirit. ആമേൻ ആമേൻ. അതുകൊണ്ടാണ് ലോകം ഹല്ലേലൂയ അംഗീകരിക്കുന്ന ഈസ്റ്റർ നമ്മൾ അംഗീകരിക്കാത്ത ആത്മാതലത്തിൽ നമുക്കൊരു വേർപാടുണ്ട്. Hallelujah. Are you ready for that separation? നിങ്ങൾ ആ വേർപാടിന് ഒരുക്കമാണോ? That means അതിന്റെ അർത്ഥം when the rest of the world will go to the south, you will go to the north. ലോകം തെക്കോട്ട് പോകുമ്പോൾ നിങ്ങൾ വടക്കോട്ട് പോകും. When the rest of the world will on every day open the news and keep on feeding the news, you will say, I have enough news in the word of God. ഹല്ലേലൂയ. ലോകത്തിലുള്ളവർ ന്യൂസ് കണ്ടുകൊണ്ട് അതിനകത്ത് വിശ്വസിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് വേറൊരു ന്യൂസ് ഉണ്ട്. Because I have got to receive that wine. എനിക്ക് ആ വീഞ്ഞ് വേണം. I'm desperate for that wine. ആ വീഞ്ഞിന് വേണ്ടി ഞാൻ അത്യാർത്തിയോടെ കാത്തിരിക്കുക. When people come into my home, എന്റെ വീട്ടിൽ ആളുകൾ വരുമ്പോൾ they should go back with deliverance. അവർ വിടുതലോടെ പോകാം, മടങ്ങി Yes, പോകാം. do you know it's possible? നിങ്ങൾക്കറിയാം അത് സാധ്യമാണ്. When people come into your house, ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ, for example, how many of you have been sensing we have been having a 3-day fast in a home? ഹല്ലേലൂയ, എത്ര പേര് അനുഭവിച്ചു? നമ്മൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന What is വീട്ടിൽ. the speciality of that home? Can anybody tell me? ആ വീടിന്റെ പ്രത്യേകത എന്താ? സ്തോത്രം. Both of them have the gift of hospitality. അവർക്ക് രണ്ടുപേർക്കും ആതിഥ്യ മര്യാദയുള്ളവരാ. Did you sense it? അത് മനസ്സിലായോ? Hallelujah. Hallelujah. Let's our hands and praise God. ഹല്ലേലൂയ. Tonight I want to welcome all of you. Come there at 11-200 Jean Street, the last session of our fasting prayer this month. ഇന്ന് രാത്രി ഇന്നത്തെ പ്രാർത്ഥനാ മീറ്റിംഗിന് 11-200 ജീൻ സ്ട്രീറ്റിലുള്ള ഭവനത്തിൽ നിങ്ങൾ വരണം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. Hospitality is a gift of God. ആമേൻ. ഹല്ലേലൂയ. ആതിഥ്യ മര്യാദ ദൈവത്തിന്റെ Not Maryada, brother. ദാനമാണ്. That gift, you know. That gift. Not just, Hallelujah. we all are hospitable. ആമേൻ. But some people have a gift of hospitality. ഹല്ലേലൂയ. ആതിഥ്യ മര്യാദ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ പ്രത്യേകമായിട്ട് മറ്റുള്ളവരെ സ്വീകരിച്ച് കൈക്കൊള്ളുന്ന ഒരു വിശേഷമായിട്ടുള്ള ദൈവിക ദാനം. Hallelujah. Amen. Praise the Lord. Hallelujah. Now think, supposing God selected one of your homes as a miracle home. ഹല്ലേലൂയ. ചിന്തിക്കുക, നിങ്ങളുടെ ഒരു ഭവനം ഒരു അത്ഭുത ഭവനമായി ദൈവം തിരഞ്ഞെടുത്താൽ. Says, we go to so and so's house. The minute you step inside, you know the presence of God is there. So awesome. ചിന്തിക്കുക, വീട്ടിലേക്ക് കാല് വെക്കുന്ന നിമിഷത്തോടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. Is it possible? സാധ്യമാണോ? Yes, it is possible. അത് സാധ്യമാണ്. You remember how God manifested His glory in a special way beyond this chair? How many of you were there? എത്ര പേര് ഓർക്കുന്നുണ്ട് ഈ അതിന് ഇപ്പുറത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ പ്രത്യേകം വെളിപ്പെടുത്തിയത്? God will do all that. ദൈവത്തിന് ഇതെല്ലാം സാധ്യമാണ്. Imagine, I'm praying, God, come and stay in my house like that every day. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്റെ വീട്ടിൽ അങ്ങനെ വന്ന് എന്നും പാർക്കണമെന്നാ. Hallelujah. സ്തോത്രം. It is possible. That is the wine anointing. അത് സാധ്യമാണ്. അതാണ് വീഞ്ഞഭിഷേകം. We are praying that the church will come under that anointing. ആ അഭിഷേകത്തിലേക്ക് സഭ വരണം നമ്മൾ When the പ്രാർത്ഥിക്കും. church comes under that anointing, സഭ ആ തലത്തിലേക്ക് വരുമ്പോൾ Sunday mornings will become celebration. ഞായറാഴ്ചകളെല്ലാം ആഘോഷമായി തീരും. You pray for somebody, they'll be healed immediately. ഒരു വ്യക്തി വേണ്ടി പ്രാർത്ഥിച്ച പെട്ടെന്ന് സൗഖ്യമാവും. The pastor is not the important person, Jesus is the important person. പാസ്റ്റർ അല്ല പ്രധാന വ്യക്തി, യേശുവാണ് From പ്രധാന today, വ്യക്തി. start praying for the wine anointing. ഓ ഇന്നു മുതൽ ആ വീഞ്ഞഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. Let the sick be healed. ഓ രോഗി സൗഖ്യമാവട്ടെ. Let demons be cast out. ഭൂതങ്ങൾ വിട്ടുമാറട്ടെ. Let people be delivered. ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. Whoever
comes into our tent, let them know the presence of Jesus in their life. ആരൊക്കെ ഈ കൂടാരത്തിൽ വന്നാൽ യേശുവിന്റെ സാന്നിധ്യം അവരെ രുചിച്ചറിയട്ടെ. Hallelujah. Praise the Lord. Praise the Lord. Finally, അവസാനമായി we're coming to the greatest thing. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യത്തിലേക്ക് വരിക. Read this. ഹല്ലേലൂയ. Your love is more than. നിന്റെ പ്രേമം സ്നേഹത്തിലും ശ്രേഷ്ഠമായി. I'm giving you 3 choices. 3 things. 3 കാര്യങ്ങൾ പറഞ്ഞു. Number 1, the oil. ഒന്നാമത് തൈലം, 2, wine. രണ്ടാമത് വീഞ്ഞ്, The greater than that is love. ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹം. Amen. Praise the Lord. You understand that? മനസ്സിലാകുന്നോ? That's what God wants to fill this church. ആ സ്നേഹം കൊണ്ട് ഈ സഭയെ നിറയ്ക്കാൻ. If you go quickly with me to Revelation chapter 2. ആമേൻ. പെട്ടെന്ന് നമുക്ക് വെളിപ്പാട് 2 പോകാം. I'll show you something about love. സ്നേഹത്തെ പറ്റി ഒരു കാര്യം I കാണിക്കാം. want us to be baptized in this love. ഈ സ്നേഹത്തിൽ നമ്മൾ സ്നാനപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Go to Revelation chapter 2 verses 1 onwards. വെളിപ്പാട് 2:1 മുതൽ വായിക്കാം. Jesus is talking to the Ephesian church. എഫെസോസിലെ സഭയോട് യേശു സംസാരിക്കുക. And he is acknowledging all that they have done and that they are. അവരെന്തായിരിക്കുന്നു, എന്ത് ചെയ്തോ ഇതിനെല്ലാം യേശു അംഗീകരിക്കുക. See what he says. യേശു എന്ത് പറയുന്നു? I know your works ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, and your labor നിന്റെ പ്രയത്നം, and your patience, നിന്റെ സഹിഷ്ണുത, and how you cannot bear them which are evil. ഹല്ലേലൂയ. തിന്മ ചെയ്യുന്നവരെ നീ സഹിക്കാതിരുന്നത്. A very zealous church. ഹല്ലേലൂയ. വളരെ തീക്ഷ്ണതയുള്ള സഭയാണ്. And you have tried them which say they are apostles and are not. A bold church. ഹല്ലേലൂയ. ധൈര്യമുള്ള സഭ, അപ്പോസ്തലന്മാരെ പരീക്ഷിക്കത്തക്ക രീതിയിൽ ധൈര്യമുള്ള സഭ. I want to say something there. ഞാൻ അവിടെ പറയട്ടെ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ദൂത് പറഞ്ഞ ഉടനെ അമ്മ ആമേൻ പറയില്ല. ഹല്ലേലൂയ. Don't say amen to every message. Test the spirits. ആത്മാവിനെ പരിശോധിക്കണം. Church, are you understanding this? ആമേൻ. നിങ്ങൾ മനസ്സിലായോ? Today there is a common understanding. There is a general understanding these days. You know, the people say, don't touch him, he's a man of God. ഹല്ലേലൂയ. ദേവദാസനെ വിട്ടേ. He's prophesying. അദ്ദേഹം പ്രവചിക്കുക. അദ്ദേഹം നിങ്ങളെ കൈവച്ചോട്ടെ. Don't do it. അങ്ങനെ ചെയ്യരുത്. Wherever I go, I teach people something like this. ഞാൻ എവിടെ പോയാലും ആളുകളെ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. Pray. If you don't want me to put my hand on you, pray. I will not come anywhere near you. Because it is your choice to give your head to a man of God to pray or not. ആമേൻ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഞാൻ എൻ്റെ കൈ ആരുടെ മേലും വെക്കരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ അനുവദിച്ചെങ്കിൽ മാത്രമേ ഒരു ദേവദാസ് നിങ്ങളുടെ കൈവെക്കത്തുള്ളൂ. Do you know something? Let me tell you something, church. ഞാൻ പറയട്ടെ. There is an impartation that comes when somebody puts their hand on you. വേറൊരു വ്യക്തി തന്റെ കരം നിങ്ങളുടെ മേൽ വെക്കുമ്പോൾ ഒരു പകർച്ച അവിടെ നടക്കുന്നുണ്ട്. Hello? ഹല്ലേലൂയ. Some years ago, ചില വർഷങ്ങൾക്ക് മുമ്പ് a young man was under severe depression. ഒരു യൗവനക്കാരൻ വളരെ നിരാശയിൽ കൂടെ കടന്നു. He don't know what happens. He's just depressed. അവനങ്ങ് പെട്ടെന്ന് നിരാശനായി തീർന്നു. Then he went and told it. This happened in India. He went and told his pastor. താൻ പോയി പാസ്റ്ററോട് പറഞ്ഞു. And the pastor said, പാസ്റ്റർ പറഞ്ഞു, okay, let me find out who are the people who prayed for you on such and such a day. അദ്ദേഹം ചോദിച്ചു, ഇന്ന ദിവസം ആരൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ? He said, before I came to this church, I was very pally, very friendly with a person. ഞാൻ ഈ സഭയിൽ വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലായിരുന്നു. And then what did that person do to you? അദ്ദേഹം എന്ത് ചെയ്തു നിനക്ക് വേണ്ടി? Oh, he used to pray for me. He used to put his hand on me, everything. Then the Holy Spirit revealed that. Then this man of God, the pastor, asked this boy a question. That prophet, was he under a godly authority? ഹല്ലേലൂയ. പറഞ്ഞു, ആ വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈവെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പാസ്റ്റർ ചോദിച്ചു, ആ വ്യക്തി ദൈവിക അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്ന മനുഷ്യനാണോ? He said, no, he was operating by himself. ഇല്ല. മോൻ പറഞ്ഞു, താൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. The man of God placed his hand on this young man. He was immediately released of demonic oppression. ആമേൻ. ദേവദാസൻ തന്റെ കരം ഈ കുഞ്ഞിന്റെ മേൽ വെച്ചു. പെട്ടെന്ന് ഭൂതാത്മാക്കളും തന്നെ Let me വിടുവിച്ചു. tell you something, church. I want you to know this. സ്തോത്രം. സഭയെ നിങ്ങൾ തിരിച്ചറിയണം. I'll come back to this. This is not the main subject, but I want you to know every church is planted by God. I mean, there are churches planted by God. സ്തോത്രം. ഞാൻ പറയട്ടെ, എല്ലാ സഭകളും മിക്കവാറും എല്ലാ സഭകളും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടു. And there are godly authority placed in that church. ആ സഭയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവിക അധികാരമുണ്ട്. In the same church, it is God's plan to raise up prophets, evangelists, teachers, everything. അതേ സഭയിൽ കൂടി അപ്പോസ്തലന്മാരെ പ്രവാചകന്മാരെ ഒക്കെ ഉയർത്തുവാനുള്ള പദ്ധതി ദൈവത്തിനുണ്ട്. But there is a godly authority that is upon every servant of God. എല്ലാ ദൈവദാസന്മാരുടെ മേലുള്ള ഒരു ദൈവിക അധികാരമുണ്ട്. No, you don't just go and do things as you like. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പോയി കാര്യം Now I ചെയ്യാം. want to tell you the other side of it. അതിന്റെ മറുവശം പറയാം. Listen to me carefully. A man of God, ഒരു ദൈവദാസൻ he once went for a mission trip. അദ്ദേഹം ഒരിക്കലും മിഷൻ ട്രിപ്പിന് പോയി. And he was so much on fire for Jesus. യേശുവിന് വേണ്ടി വളരെ He ശക്തമായ had a habit. അദ്ദേഹത്തിന്റെ സ്വഭാവം. He would go and place his hand on anybody quickly. ആരുടെ മേലും പോയി കൈവെക്കും പെട്ടെന്ന്. One day he saw a beggar
ഒരു ദിവസം അദ്ദേഹം ഒരു ഭിക്ഷക്കാരനെ കണ്ടു. He went and put his hand on the beggar. തന്റെ കരം പോയി ബെഗറിന്റെ മേൽ This വെച്ചു. beggar was under demonic oppression. ഈ ഭിക്ഷക്കാരൻ പിശാച് ബാധിച്ചവൻ. Without any discernment, ഒരു വിവേചനവും he ഇല്ലാതെ just went and put his hand on the beggar. താൻ പോയി ഈ ഭിക്ഷക്കാരനെ കൈവച്ചു. After that, I've been seeing the life of this man of God. അതിനുശേഷം ഈ ദൈവദാസന്റെ ജീവിതത്തെ ശ്രദ്ധിച്ചു. He was going dwindling down. അദ്ദേഹം ചുരുങ്ങി പോയി. So even the Bible says, do not lay your hand on anybody quickly. പെട്ടെന്ന് ആരുടെ മേൽ കൈവെക്കരുത് ദൈവവചനം What പറയുന്നു. Paul said is, do not put anybody into the ministry quickly. That is what Paul meant. അപ്പോസ്തലൻ പറയുന്നത് പെട്ടെന്ന് ആരെ ശുശ്രൂഷയിലേക്ക് ആക്കരുതെന്ന് അപ്പോസ്തലൻ So പറഞ്ഞു. be very careful. You may be a minister, ഒരുപക്ഷെ നിങ്ങൾ and ശുശ്രൂഷക്കാരനാണ്. maybe God has given you an authority to do that. ചിലപ്പോൾ അത് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. Pray that you don't receive impartations this way or that way. ഈ വിധത്തിലും ആ വിധത്തിലും നിങ്ങളുടെ മേൽ ഒരു പകർച്ച വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. Are you understanding this? മനസ്സിലാവുന്നുണ്ടോ? Sister, you know the dynamics of this very well. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. I want you to know the church very well, very സഭ clearly. തിരിച്ചറിയണം. Hallelujah. Amen. You may be the most perfect person. നിങ്ങൾ ഏറ്റവും പരിപൂർണ്ണ വ്യക്തിയായിരിക്കാം. Hallelujah. Some time ago, I went for a mighty big crusade. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ വലിയ ക്രൂസൈഡിന് പോയി. And when I went to the crusade, suddenly the man of God said like this. പെട്ടെന്ന് അവിടുത്തെ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു. All the pastors who come in front, I'm going to lay my hands on them and pray. എല്ലാ ദേവദാസൻ മുന്നോട്ട് പോകാൻ ഞാൻ എന്റെ കാര്യം അവരുടെ മേൽ വെക്കാൻ I പോകും. immediately stepped down. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് വെളിയിൽ God, ഇറങ്ങി. this is such a powerfully anointed man of God. അദ്ദേഹം വളരെ അഭിഷക്തനായ I'm മനുഷ്യനാണ്. going to tell you who it is. ഞാൻ പറയത്തില്ല ആരാ. Hallelujah. And then as I stepped down, ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ I said, Lord, do you want him to place his hand on me? ഞാൻ ചോദിച്ചു, കർത്താവേ ഈ ദേവദാസന്റെ കരം എന്റെ മേൽ വെക്കണോ? If it is not your desire, I don't care who he is. I don't want that his hand on my head. ആമേൻ. ഇത് അങ്ങയുടെ ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹം ആരായിരുന്നാലും ആ കരം എനിക്ക് വേണം. I prayed. I kept on praying. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. Then he came near me അദ്ദേഹം എന്റെ അടുക്കൽ വന്നു. twice. രണ്ടു പ്രാവശ്യം Come in the name of Jesus. യേശുവിന്റെ നാമത്തിൽ രണ്ടു തവണ ഇങ്ങനെ കൈവച്ചു. What I'm trying to say is, even you're the most anointed person, unless God wants somebody to put their hand on you, don't allow it. Just pray. ആമേൻ, ആമേൻ. ഏത് വ്യക്തിയുമായിക്കൊള്ളെ, എത്ര അഭിഷക്തനുമായിക്കൊള്ളെ, ദൈവം ആ വ്യക്തിയുടെ കരം നിങ്ങളുടെ മേൽ വെക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ Don't അത് be ചെയ്യരുത്. moved by impulses. ഹല്ലേലൂയ. നമ്മളെ ചേതന അനുസരിച്ച് പെട്ടെന്ന് പ്രവർത്തിക്കരുത്. No, ask the Lord. Lord, confirm it. God can always confirm it. ആമേൻ. കർത്താവേ ഉറപ്പിച്ചു തരണമേ, ഉറപ്പിച്ചു തരണമേ പ്രാർത്ഥിക്കുക. Not only putting your hand on someone else, കരം വെക്കുന്നത് മാത്രമല്ല, sometimes praying for some people. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Hallelujah. Church, are you getting some information? When you pray for other people, മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ sometimes I don't pray for people. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. Sometimes I tell people, wait, I'll pray for you. ഞാൻ പറയും പിന്നെ പ്രാർത്ഥിക്കാൻ. People call me on the telephone and say, Pastor, please pray. ചിലർ പറയാം പാസ്റ്റർ പ്രാർത്ഥിക്കണം. Sometimes I pray. ചിലപ്പോൾ പ്രാർത്ഥിക്കും. Sometimes I say, I don't feel, I will pray for you later, because I have an unction not to pray. This is as if the Lord is saying, don't pray right now, wait. ആമേൻ. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു നടത്തി കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. I'm telling you these things for your good. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുക. Are you with me, people of God? മനസ്സിലാവുന്നുണ്ടോ? Don't go and make mistakes. That's why I'm very അബദ്ധം careful. പറ്റാതിരിക്കാൻ വേണ്ടി All മുന്നറിയിപ്പ് right. So തരും. this church was very strong in that. ഈ സഭ ശക്തമായ സഭയാ. And go up. Next. See, they had borne it, they had patience, and they had labored for the name of Jesus. ഇവരെ പ്രയത്നിച്ചു, സഹിഷ്ണുതയുണ്ട്, യേശുവിന് വേണ്ടി ഇവരെ കഠിനമായി അധ്വാനിച്ചു. And they have never fainted even once. ഒരിക്കലും ഇവർ തളർന്നു പോയില്ല. However, എങ്കിലും Jesus had one complaint against them. ഈ സഭയെ പറ്റി ഒരു പരാതി യേശുവിന് പറയാനുണ്ട്. What is the complaint? എന്താണ്? You have lost your first love. നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് പറയാം. Love is more important than any ministry. എല്ലാ ശുശ്രൂഷകളെക്കാളും ഏറ്റവും പ്രധാന സ്നേഹം. Love is more important than anything else in the world. മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാന സ്നേഹമാണ്. Church, do you understand that? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? It is not your ability to preach or teach or plant a church or your leadership. These things are good, but greater is love. ആമേൻ. Except for my wife, I may not be the most handsome man in the world. ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവൻ. And nobody can come into ദൈവത്തെ സ്നേഹിക്കാത്ത ആർക്കും ദൈവരാജ്യം വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മളിൽ കൂടെ ഒഴുകുന്ന ദൈവ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. നമ്മളിൽ പലരെ യേശു ഇങ്ങനെ പിടിച്ചേക്കുക. യേശു നമ്മളെ ഒത്തിരി സ്നേഹിക്കും. സ്നേഹത്താൽ നമ്മളെ ഇന്ന് സ്ഥാനപ്പെടുത്തുന്ന കർത്താവിനോട് ചോദിക്കാൻ പോകും. ആമേൻ. നമ്മുടെ കഴിവ് കാണാനല്ല ഇവിടെ ആരും വരുന്നത്, കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുക. ദൈവത്തിന്റെ ശ്രേഷ്ഠമായ സ്നേഹം കാണാനാണ്. Today we're going to tell God, Lord, if we have lacked somewhere in love,
നമ്മൾ കർത്താവിനോട് പറയാൻ പോവാ, കർത്താവ് ഞങ്ങളുടെ സ്നേഹം കുറഞ്ഞെങ്കിൽ fill us with love. സ്നേഹത്താൽ നിറയ്ക്കണമേ. And then will come your abilities. അതിനുശേഷമാണ് കഴിവ്. Can we stand up in the presence of God? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Go up. Above all powers, above all kings, above all nature and all created things, above all wealth and treasures of the earth, you were here before the world began. Above all kingdoms, above all thrones, above all the world has ever known, above all thrones and treasures of the earth, there's no way to measure what your worth. Crucified, laid behind a stone, you lived to die, rejected and alone, like a rose trampled on the ground. You took the fall and thought of me above all. സർവാധികാരം കരങ്ങളിൽ, സർവാധിപത്യം മുന്നിൽ വണങ്ങിടും, സർവജ്ഞാതങ്ങൾക്കും അതീതനായിടും, തുല്യമില്ല മഹാശക്തിയെ, പ്രപഞ്ചം നിന്നെ വണങ്ങുന്നു, പ്രഭുക്കൾ നിൻ മുൻപിൽ കുമ്പിടും നൂനം, പ്രഭാവമന്നോ പ്രഭാത ചന്ദ്രൻ ശോഭപോ, നിഷ്പ്രഭമായിടും തേജസ്സേ, ക്രൂശിതൻ നുറുക്കപ്പെട്ടുവോ എനിക്കായി, പിടഞ്ഞുവോ മഞ്ഞിൽ ശാരോനിൽ പനിനീർ പുഷ്പമേ, എനിക്കായി വരിച്ചുവോ മൃത്യുവേ, ക്രൂശിതൻ നുറുക്കപ്പെട്ടുവോ എനിക്കായി, പിടഞ്ഞുവോ മണ്ണിൽ ശാരോനിൽ പനിനീർ പുഷ്പമേ, മൃത്യുവോ soft മൃത്യു. We're going to sing that in English. Sherwin is going to lead. We're going to sing that in English very quietly. And I've asked the Lord to baptize you with love right now. ആമേൻ. ആ പാട്ട് ഇംഗ്ലീഷിൽ ഇപ്പോൾ പാടും. നമുക്ക് ശാന്തമായി പാടാം. കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ സ്നാനപ്പെടുത്തുക. The Lord is already visiting many of you through waves of love. സ്നേഹത്തിന്റെ തരംഗങ്ങളാൽ ദൈവം നമ്മളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. In the worship time, I could sense the love of God. ആരാധന സമയത്ത് ദൈവസ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. And now it's going to come again like a wave. വീണ്ടും ഒരു തിര പോലെ കർത്താവ് നമ്മളെ തൊടും. സ്തോത്രം. ദൈവപ്രേരണയാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. സ്തോത്രം. തൊടുവാൻ കർത്താവിനോട് പറയുക. And all the ways of man. Those who are watching us online today, if you are ready, the Lord is willing to pour out His love in a tangible way today. Receive His love because He loves you unconditionally. You are His. In the name of Jesus, receive His love. The world has ever known.
speaking to us. Thank you for your presence. Thank you for the anointing. Lord, we ask for a wine anointing for everybody in the church. But greater than that is the love. Lord, there are people who have not yet been baptized in the Holy Ghost. I pray you'll baptize them with the Holy Ghost with power. And the Lord, give them promotions. I pray you will be happy about this church. Thank you for bringing all the people today. This was the number of people who you had in plan today, and they came. Thank you, Lord. Bless them. Release your love upon them. In Jesus' name we pray. God bless you. Have a great week.